ഫസ്റ്റ് ഓൺ റിപ്പോർട്ട്. പാലക്കാട് കൊഴിഞ്ഞാമ്പാറയിലെ യുവതിയുടെ മരണത്തിൽ അറസ്റ്റിലായ ഭർത്താവിനെതിരെ നാട്ടുകാർ. ഭാര്യ ദീപയെ ആത്മഹത്യക്ക് പ്രേരിപ്പിച്ച് ഭർത്താവ് രക്ഷപ്പെടാനായിരുന്നു ശിവദാസന്റെ ശ്രമം. ഒറ്റ സാരിയിൽ രണ്ടു ഭാഗത്ത് കുരുക്കിട്ടാണ് ആത്മഹത്യക്ക് ശ്രമിച്ചത്. പക്ഷേ മുറുകാത്ത രീതിയിലാണ് ശിവദാസന്റെ കുരുക്കിട്ടത്. ദീപയ്ക്ക് അപസ്മാരമാണെന്ന് ശിവദാസൻ തെറ്റിദ്ധരിപ്പിച്ചിരുന്നതായും നാട്ടുകാർ പറഞ്ഞിട്ടുണ്ട്. ചില പ്രതികരണങ്ങൾ കേൾക്കാം. ഇവരെല്ലാം പറഞ്ഞത് ഒരു സംശയമുണ്ട്, സൂയിസൈഡ് അറ്റംപ്റ്റ് ആണ് എന്നുള്ള രീതിയിലാണ് പറഞ്ഞത്. പിന്നെ ഇപ്പോൾ വാർത്ത വന്നപ്പോഴാണ് എനിക്കും സത്യാവസ്ഥ അറിയുന്നത്. ഇങ്ങനെ ഒരു പ്ലാൻഡ് മർഡറാണ്. വന്നിട്ട് ഭാര്യയെ വിളിച്ചിട്ട് ഇതേമാതിരി പിക്സ് വന്നിരിക്കുന്നത് പറഞ്ഞു വിളിച്ചപ്പോഴാണ് അങ്ങ് പോയി നോക്കുമ്പോൾ ഷൂട്ടിൽ കിടക്കണം. പോലീസ് വന്ന ശേഷമാണ് നമുക്ക് അവർ മുകളിൽ പൊട്ടിത്തൂങ്ങിയ സാരി കിടക്കുന്നത് കണ്ടത്. നമുക്കിപ്പം ഇക്ബാൽ അറക്കലുണ്ട്. ഇക്ബാൽ അറക്കൽ, ഈ ശിവദാസിനെ കുറിച്ച് നല്ല അഭിപ്രായമല്ലല്ലോ നാട്ടുകാർക്കുള്ളത്. ഇതൊരു ആത്മഹത്യയാക്കി തീർക്കാൻ അയാൾ ശ്രമിച്ചു. ബോധപൂർവം അയാളുടെ കുരുക്കിൻ്റെ ശക്തി അഴിച്ചു, രക്ഷപ്പെടാനുള്ള ശ്രമം നടത്തി. ഇങ്ങനെ തന്നെയാണ് നാട്ടുകാർ പറയുന്നത്. നാട്ടുകാർ പറയുന്നതിൽ എന്തെങ്കിലും കഴമ്പുണ്ടോ ഇക്ബാൽ അറക്കൽ? അനിൽകുമാർ, നമ്മൾ എലത്തൂരിലെ സംഭവം കേട്ടതാണ്. എലത്തൂരിന് സമാനമായിട്ടുള്ള രീതിയിലുള്ള കഥ തന്നെയാണ് കൊഴിഞ്ഞാമ്പാറയിലും നടന്നിരിക്കുന്നത്. 7 വർഷങ്ങൾക്ക് മുമ്പാണ് കൊഴിഞ്ഞാമ്പാറ സ്വദേശിയായിട്ടുള്ള ദീപികയും അതുപോലെ തന്നെ കോട്ടായി സ്വദേശിയായിട്ടുള്ള ശിവദാസനും പ്രണയിച്ച ശേഷം വിവാഹം കഴിക്കുന്നത്. ഇതിനുശേഷം അവർക്ക് കുട്ടികൾ ഉണ്ടായിരുന്നില്ല. ഇതിനെ തുടർന്ന് രണ്ടുപേരും ഒരുമിച്ച് മരിക്കാമെന്ന ഒരു തീരുമാനത്തിലേക്ക് എത്തുന്നു. വീടിന്റെ അകത്ത് ഒരു സാരിയിൽ തന്നെ 2 കുരുക്കിട്ട് ആത്മഹത്യ ചെയ്യാനായിരുന്നു പദ്ധതി. പക്ഷേ സാരിയിൽ കുരുക്കിട്ട് ദീപികയുടെ ജീവൻ നഷ്ടമായതിന് പിന്നാലെ ശിവദാസൻ തന്ത്രപൂർവ്വം രക്ഷപ്പെടുകയായിരുന്നു എന്നുള്ളതാണ് കൊഴിഞ്ഞാമ്പാറ പോലീസിന്റെ അന്വേഷണത്തിൽ കണ്ടെത്തിയത്. ഇന്നലെ ഇയാളുടെ അറസ്റ്റ് രേഖപ്പെടുത്തുകയും ചെയ്തിരുന്നു പോലീസ് നടത്തിയ വിശദമായിട്ടുള്ള അന്വേഷണത്തിന് ഇടയിലാണ് ശിവദാസൻ ഈ കാര്യങ്ങളെല്ലാം വെളിപ്പെടുത്തുകയും ചെയ്യുന്നത്. ഏതായാലും ഇപ്പോൾ നാട്ടുകാർ ഉൾപ്പെടെ പ്രതികരിക്കുന്നത് ശിവദാസന്റെ ഈ ഒരു രക്ഷപ്പെടൽ രീതിയെ കുറിച്ചാണ്. ആദ്യം ഇയാൾ ദീപികയുടെ മരണം ഉറപ്പിച്ച ശേഷം പിന്നീട് നാട്ടുകാരോട് പറഞ്ഞത് അപസ്മാരം വന്നു എന്ന രീതിയിലാണ്. പിന്നീട് നാട്ടുകാരെത്തി പരിശോധിക്കുമ്പോഴാണ് ഇങ്ങനെ ഒരു സാരിയിൽ ആത്മഹത്യ ചെയ്ത നിലയിൽ ദീപികയെ കാണുകയും ചെയ്യുന്നത്. മാത്രമല്ല സാരിയുടെ മറു അറ്റത്ത് മറ്റൊരു കുരുക്കുമുണ്ടായിരുന്നു. ആ കുരുക്ക് മുറുകാത്ത രീതിയിലായിരുന്നു. പിന്നീട് ഇതിനെല്ലാം തുടർന്ന് നാട്ടുകാർ നൽകിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ പോലീസ് നടത്തിയ വിശദമായിട്ടുള്ള അന്വേഷണത്തിനിടയിലാണ് ഭാര്യയെ ഇത്തരത്തിൽ ആത്മഹത്യക്ക് പ്രേരിപ്പിച്ച ശേഷം തന്ത്രപൂർവ്വം ശിവദാസൻ രക്ഷപ്പെടുകയായിരുന്നു എന്നുള്ളത് കണ്ടെത്തി. ഏതായാലും ഇയാളുടെ അറസ്റ്റ് പോലീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. തുടർ നടപടികൾ പോലീസ് ഇപ്പോൾ സ്വീകരിച്ചു വരികയാണ്. 7 വർഷമായി കല്യാണം കഴിഞ്ഞിട്ട് കുട്ടികൾ ഉണ്ടായിരുന്നു. അതിനെ തുടർന്ന് നമുക്ക് ഒരുമിച്ച് മരിക്കാം എന്ന് ഭാര്യയെ പറഞ്ഞു വിശ്വസിപ്പിച്ച ശേഷം ഭാര്യ മരിച്ചത് ഉറപ്പാക്കി ഇയാൾ രക്ഷപ്പെടുകയായിരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ കൊഴിഞ്ഞാമ്പാറ പോലീസ് കണ്ടെത്തിയിട്ടുള്ളത്. എന്താ അല്ലേ? താങ്ക് യു ഇക്ബാൽ. ഒരാളെ ഒഴിവാക്കാൻ വേണ്ടി, പങ്കാളി ഒഴിവാക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ പദ്ധതികളാണ് നൈസായിട്ട് ഒഴിവാക്കി, അതും ജീവൻ എടുത്തൊഴിവാക്കി എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം. എന്തായാലും നാട്ടുകാരൊക്കെ അങ്ങനെയാണ് പറയുന്നത്. ഒരു സാരിയുടെ രണ്ടറ്റത്ത് വേണ്ട, ഞാനത് വിശദീകരിക്കുന്നില്ല. കാരണം ആത്മഹത്യ ഒന്നിൻ്റെയും ഒരു പ്രശ്നമേ അല്ല എന്നുള്ളതാണ്, പ്രശ്നത്തിൻ്റെയും പരിഹാരമേ അല്ല എന്നുള്ളതാണ്. ആത്മഹത്യയെക്കുറിച്ചുള്ള തോന്നലുകൾ ഉണ്ടാവുമ്പോൾ തന്നെ നിങ്ങൾ കൗൺസിലിംഗ് കേന്ദ്രങ്ങളുമായി ബന്ധപ്പെടുക. അല്പനേരം ഒന്ന് റിലാക്സ് ചെയ്ത് കുറച്ചു നേരം വെറുതെ ഇരിക്കുക. നിങ്ങളുടെ ഏറ്റവും അടുത്ത് നിങ്ങൾക്ക് കാര്യങ്ങൾ പറയാൻ പറ്റുന്ന ആളുകളുമായി സംസാരിക്കുക. ആത്മഹത്യ ഒരു പ്രശ്നത്തിൻ്റെയും പരിഹാരമേ അല്ല.